RBI കഴിഞ്ഞ ദിവസം റിപ്പോ നിരക്ക് കുറച്ചിരുന്നു. ഇത് വായ്പാ നിരക്കുകളിൽ എങ്ങനെ ആശ്വാസമാകുമെന്ന് നോക്കാം. RBI റിപ്പോ നിരക്ക് കുറച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നതിന് പിന്നാലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കും, എന്ത് മാറ്റമാണ് ഇതുണ്ടാക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും പൊതുവായി ഉയർന്നു കേൾക്കുന്നത്. റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയാണ്. ഒക്ടോബറിൽ ഇത് 6.5%, പിന്നീട് ഇത് 6.25% കുറച്ചു, പിന്നെ 6%, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 5.5% കുറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആകെയായി 1% കുറവ്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 1% കുറവ് വന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ച് ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും എന്നുള്ളത് തന്നെയാണ്. ഒന്നെങ്കിൽ EMI കുറയും, അല്ലെങ്കിൽ EMI കാലാവധി കുറയും. ഈ ഏതെങ്കിലും ഒരു സാധ്യതയാണുള്ളത്. ഈ റിപ്പോ നിരക്ക് കുറയുന്നതോടുകൂടി ഓരോ ബാങ്കുകൾക്കും ഇത് നടപ്പിലാക്കുന്നതിനുള്ള സമയം ഒരു പക്ഷേ വ്യത്യസ്തമാകാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ വളരെ വൈകാതെ തന്നെ എല്ലാ ബാങ്കുകളും ഈ ഒരു റിപ്പോ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ പലിശ കുറയ്ക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പല ഉദാഹരണങ്ങൾ എടുത്ത് നോക്കാം. 20 വർഷത്തേക്ക് 50 ലക്ഷം രൂപ വായ്പ എടുക്കുന്ന ഒരാളാണെങ്കിൽ ആ ആളുടെ EMI എന്ന് പറയുന്നത് 3164 രൂപ വരെ കുറയുന്നു എന്നാണ് കണക്ക്. അതായത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതല്ല, ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വായ്പ എങ്കിൽ EMI ആയിട്ട് കൊടുക്കുന്നത് 700 രൂപ വരെ കുറയും എന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്നത്. ഇപ്പോൾ നിരക്ക് കുറയ്ക്കുന്നത് പ്രഖ്യാപിക്കുന്നത് RBI ആണെങ്കിലും RBIക്ക് കീഴിലുള്ള ഒരു സമിതി, ഒരു മോണിറ്ററി സമിതിയാണ് ഇതിനെക്കുറിച്ച് പഠിച്ച്, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ച് അതിന് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഇത്തരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ആകെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനം തന്നെയാണ്. GDP നിരക്കിലൊക്കെ വലിയ വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഇത്തരത്തിലൊരു റിപ്പോ നിരക്ക് കുറച്ച ഒരു നടപടിയിലേക്ക് RBI ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്.